ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന എപ്പിസോഡുകളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഉദയഭാനുവിന്റെ കയ്യിൽ 10 ലക്ഷം രൂപ കിട്ടിയിരിക്കുകയാണ്. സുഗനയെ പറ്റിച്ച് ലഭിച്ച ആ 10 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് ബാലന്റെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുക്കാനായിട്ട് ഉദയഭാനു തീരുമാനിക്കാം. അപ്പൊ ശ്രീകല പറയും, ദേ മനുഷ്യ, കാശ നമ്മുടെ കയ്യിലിരുന്ന അത് ചെലവായി പോകും, എത്രയും വേഗം അത് ബാലേട്ടന്റെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുക്കണം. ദൈവമായിട്ടാ നമുക്ക് സുഗനയെ നമ്മുടെ മുന്നിൽ കൊണ്ട് എത്തിച്ചത് എന്നൊക്കെ പറയാം. ഈ 10 ലക്ഷം രൂപ ആ ബാലന്റെ കൈ കൊണ്ട് കൊടുക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ശ്രീകലേ എനിക്ക് സങ്കടം. ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കുമായിരുന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യായിരുന്നു. ദേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഈ കാശ് ചെലവാക്കുങ്ങാനും ചെയ്താലുണ്ടല്ലോ, നിങ്ങളെ ഞാൻ ശരിയാക്കും. എത്രയും വേഗം ആ ബാലനെ വിളിച്ച് ഈ കാശ് കൊണ്ട് കൊടുക്കാൻ നോക്ക്. ദേ, ആ കട വലുതാക്കി പണിത് കഴിഞ്ഞാൽ ഈ കാശിന്റെ പിൻബലത്തിൽ നമുക്കും അവിടെ പോയി ഇരിക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും. അതൊക്കെ നേടിയെടുക്കാൻ ഉദയഭാനു സാറിന് നല്ല ബുദ്ധിയാണെന്ന് എനിക്കറിയാം. അതൊക്കെ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ ആദ്യം തന്നെ ആ ബാലനെ ഒന്ന് ഫോൺ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഉദയഭാനു ബാലനെ കോൾ ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഉദയഭാനുവിൻ്റെ കോള് കാണുമ്പോൾ തന്നെ കടയിലിരിക്കുന്ന ബാലന് ഒരു പുച്ഛമോ, ഇവൻ എന്തിനാ എന്നെ ഈ സമയത്ത് വിളിക്കുന്നേ, കാശ് റെഡിയായി കാണില്ല, അതുകൊണ്ട് സത്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറയാനായിരിക്കും എന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യാം. ഹലോ ബാല, എനിക്ക് തന്നെ ഒന്ന് കാണണമായിരുന്നല്ലോ എന്ന് ഉദയഭാനു ബാലനോട് പറയാം. പിന്നെന്താ ഉദയഭാനു സാറ് പറയുന്ന സ്ഥലത്ത് തന്നെ ഞാൻ എത്തിക്കോളാം, കാശൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ. അതിൻ്റെ കാര്യം പറയാനായിട്ടാണ് ബാലനെ ഞാൻ കാണണമെന്ന് പറഞ്ഞത് എന്നും പറഞ്ഞ് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബാലൻ ഫോൺ കട്ട് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് രാമേട്ടൻ വന്ന് ചോദിക്കും, ആരാ ബാല വിളിച്ചത്? വേറെ ആരെ, ഉദയഭാനു സാറാ വിളിച്ചത്. അവൻ എന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന്. അവനെ സത്യങ്ങളൊക്കെ നിന്നോട് പറയാനായിരിക്കും കാണണമെന്ന് പറഞ്ഞത്. 10 ലക്ഷം രൂപ അവൻ എങ്ങനെ ഉണ്ടാക്കാനാ? ആരെ പറ്റിച്ചിട്ടാണേലും 10 ലക്ഷം രൂപ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു കാണില്ല. അതുകൊണ്ട് നിന്റെ അടുത്ത് വന്ന് എല്ലാ തെറ്റുകൾക്കും മാപ്പ് പറഞ്ഞ് മോളുടെ ജീവിതം നഷ്ടപ്പെടുത്തരുതെന്ന് കാലെ വീഴാനായിരിക്കും നിന്നെ വിളിക്കുന്നത് എന്ന് രാമേട്ടൻ പറയും. അതിനായിരിക്കും, അല്ലാതെ അവൻ എങ്ങനെയാ അത്രയും കാശുണ്ടാക്കുന്നത്? ഇന്നത്തോടു കൂടി അവൻ്റെ നാവിൽ നിന്ന് അവനെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും എനിക്ക് കേൾക്കാലോ. എന്നിട്ട് വേണം അവൻ്റെ മുഖത്ത് നോക്കി 2 വർത്തമാനം എനിക്ക് പറയാൻ. ഞാനൊരു മണ്ടനാണെന്നാണല്ലോ അവൻ കരുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ബാലൻ പറയാണ് കേട്ടോ. നീ എന്തായാലും ചെന്നിട്ട് വാ, ഞാനും കൂടി വന്നേനെ ആ സുന്ദര നിമിഷം കാണാനായിട്ട്. പക്ഷെ കടയിൽ ആളില്ലല്ലോ. എന്നാ ശരി രാമേട്ട, ഞാൻ പോയിട്ട് വരാം. അവൻ എന്നോട് എന്താ ഇത്ര അത്യാവശ്യമായിട്ട് പറയാനുള്ളതെന്ന് ഞാൻ കേട്ടിട്ട് വരാം എന്ന് പറഞ്ഞ് നമ്മുടെ ഉദയഭാനു പറഞ്ഞ സ്ഥലത്തേക്ക് ബാലൻ ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ബാലനെ ചെല്ലുന്നേ, ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് ഇയാളിത് എവിടെ പോയി കിടക്കുക, കുറേ സമയമായല്ലോ ഞാൻ വന്നിട്ട് എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ഒരു കാറിൽ ഉദയഭാനു അങ്ങ് വരുന്നത്. കാറിനും പത്രാസിനും ഒന്നും അവൻ ഒരു കുറവുമില്ല. ആരുടെ വണ്ടിയാണോ വാടകയ്ക്ക് എടുത്ത് വന്നിരിക്കുന്നത്, അയാൾക്ക് കൊടുക്കാൻ ഇനി ഇവൻ്റെയൊക്കെ കൈ കാശ് കാണുമോ എന്നൊക്കെ ബാലൻ ഇങ്ങനെ മനസ്സിൽ പറയാം. ബാലൻ വന്നിട്ട് കുറച്ച് അധിക സമയം ആയെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ വന്നിട്ട് കുറച്ച് നേരം ആയുള്ളൂ. ഉദയഭാനു സാർ തിരക്കായിരുന്നോ, എന്താ ലേറ്റ് ആയേ എന്ന് ബാലൻ ചോദിക്കും. അത് പിന്നെ ബാലനെ കാണാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പം എനിക്കൊരു വീഡിയോ കോൺഫറൻസ് ഉണ്ടായിരുന്നേ, നമ്മുടെ കമ്പനിയുടെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ ആയിരുന്നു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ബാലനെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് ഞാൻ കരുതിയതല്ല. പിന്നെ 10 ലക്ഷം രൂപ അത് ഞാൻ ബാലന് തരാൻ തന്നെ തീരുമാനിച്ചു. അത് തരാനായിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയാം. 10 ലക്ഷം രൂപ ഉദയഭാനു സാർ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക. എൻ്റെ അക്കൗണ്ട് വഴി ബാലന് ട്രാൻസ്ഫർ ചെയ്ത് തരാമെന്നായിരുന്നല്ലോ ഞാൻ ഏറ്റിരുന്നത്. പക്ഷേ അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ശരിയായിട്ടില്ല, അത് പ്രോബ്ലമായിട്ട് തന്നെ കിടക്കുക. അതുകൊണ്ട് പിന്നെ ക്യാഷ് ആയിട്ട് ഞാൻ തരാമെന്ന് കരുതി. ഞാനിന്ന് ബാങ്കിൽ പോയി കാശ് എടുത്തുകൊണ്ട് വന്ന് ബാലന് തരാനായിട്ട് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഉദയഭാനു പറയാം. അപ്പം ബാലനത് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. സാറിന് കാശ് റെഡി ആയോ എന്ന് ചോദിക്കുക. പിന്നല്ലാതെ ഈ ഉദയഭാനു ഒരു കാര്യം ഏറ്റിട്ട് അത് തരാതിരിക്കുമെന്ന് ബാലന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച് നമ്മുടെ സുകന്യ നൽകിയ ആ കെട്ട് പണം നമ്മുടെ ബാലൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. ബാലനപ്പം ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് ഉദയഭാനുവിനെ കൊണ്ട് ഒരിക്കലും ഉണ്ടാക്കാൻ കരുത്തില്ലെന്ന് കരുതിയ ബാലൻ്റെ കയ്യിലേക്കാണ് ആ കാശ് കൊണ്ട് കൊടുക്കുന്നത്. എന്താ ബാല, സന്തോഷമായില്ലേ? നാളെ തന്നെ പുതിയ കടയുടെ പണി തുടങ്ങിക്കോളൂ, എഞ്ചിനീയറിൻ്റെ കയ്യിൽ ഇന്ന് തന്നെ കാശ് കൊണ്ട് കൊടുത്തോളൂ എന്നൊക്കെ ഉദയഭാനു പറയാം. ഉറപ്പായിട്ടും സാർ, ഉടനെ തന്നെ കടയുടെ പണികൾ തുടങ്ങാം നമുക്ക് എന്ന് പറയാം. ഞാൻ എന്തായാലും അങ്ങോട്ടൊന്ന് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ കടയുടെ പണികളൊക്കെ നല്ല രീതിയിലാണോ നടക്കുന്നതെന്നൊക്കെ ഒന്ന് നമുക്ക് കാണാലോ എന്ന് പറയാം. എന്തായാലും ബാലൻ ഒരു പാവമാണ്, ബാലനെ പറ്റിക്കാൻ ആർക്കും പറ്റും. പക്ഷെ എന്നെ അങ്ങനെയല്ല, ഞാനൊരു ബിസിനസ്മാൻ അല്ലേ, എന്നെ ആർക്കും അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഉടനെ ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് എന്ന് പറയാം. ഉറപ്പായിട്ടും സാർ തീർച്ചയായിട്ടും വരണം എന്ന് പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് അങ്ങ് പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഉദയഭാനു വളരെ സന്തോഷമായി. എന്തായാലും ബാലൻ്റെ മുന്നിൽ
തോൽക്കാതെ സത്യങ്ങളൊക്കെ അവനോട് പറയാതെ തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി ആ സുകന്യയെ പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ദേവിയോട് കൂടി വിളിച്ച് പറയണം, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നമാകും എന്നൊക്കെ ഓർത്ത് ഉദയഭാനു തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ബാലനാണ് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇവൻ എങ്ങനെ ഈ കാശ് കൊണ്ടുപോകുന്നു? അല്ല, ഇനി എവിടുന്നേലും കൊള്ളയടിച്ചുകൊണ്ട് വന്നതാണോ? ഇവൻ്റെ പിന്നാലെ എന്നെ തിരക്കി ഇനി പോലീസുകാർ വല്ലതും വരുമോ? അങ്ങനെയൊക്കെയാണ് കേട്ടോ ബാലൻ്റെ ചിന്തകൾ പോകുന്നത്. പക്ഷെ ഉദയഭാനുവിനെ കൊണ്ട് എന്തായാലും നേരായ വഴിക്ക് കാശുണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് നമ്മുടെ ബാലനും അറിയാം. അപ്പോൾ കടയിലേക്ക് ചെല്ലുമ്പം രാമേട്ടൻ ചോദിക്കുക, എന്തായി ബാല, അവനെ നീ ഇട്ട് കുടഞ്ഞോ? സത്യങ്ങളൊക്കെ അവൻ നിൻ്റെ കാല് വീണ് പറഞ്ഞു കാണുമല്ലേ, നിന്നോട് മാപ്പിരക്കി കാണുമല്ലേ എന്ന് ചോദിക്കേ. അപ്പോൾ ബാലൻ ഒന്നും പറയുന്നില്ല. നിനക്കിത് എന്ത് പറ്റി? അവൻ നിന്നോട് സങ്കടങ്ങളൊക്കെ പറഞ്ഞപ്പം നിനക്ക് സഹതാപം തോന്നിക്കാണും, അല്ലെങ്കിലും ഗോമതി സ്റ്റോഴ്സ് ബാലന് ആരുടെ കണ്ണീരിലും വീഴുന്നവനാണല്ലോ എന്നൊക്കെ രാമേട്ടൻ പറയാം. ഇല്ല രാമേട്ട, അവൻ എൻ്റെ കൈ കൊണ്ട് 10 ലക്ഷം രൂപ തന്നു എന്ന് പറയാം. ഉദയഭാനു 10 ലക്ഷം രൂപ തരിയോ? എങ്ങനെ? അവനെ കൊണ്ട് അത്രയും കാശൊക്കെ ഉണ്ടാക്കാൻ എങ്ങനെ സാധിച്ചു? ദേ ബാല, ഇതെന്തോ കള്ളത്തരം കാണിച്ചിരിക്കുന്നതാണ്. ഒന്നെങ്കിൽ ആരെങ്കിലും പറ്റിച്ച കാശ്, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും മോഷണം നടത്തിയ കാശ്, രണ്ടാണെങ്കിലും നീയാ പെടാൻ പോകുന്നേ എന്ന് ഉദയഭാനുവിനെ പറ്റി നമ്മുടെ രാമേട്ടൻ ബാലനോട് പറയാണ്. അത് എനിക്കും അറിയാം, ഈ കാശിൽ നിന്ന് 1 രൂപ എടുക്കാൻ എനിക്ക് പേടിയാ. എന്തായാലും നേരായ വഴിക്കൊണ്ടായ കാശായിരിക്കില്ലല്ലോ എന്ന് പറയാം. ഞാനിത് വീട്ടിൽ കൊണ്ട് തന്നെ വെക്കാം എന്ന് ബാലൻ പറയാണ്. എങ്കിലും അവൻ വീണ്ടും വീണ്ടും നമ്മുടെ മുന്നിൽ ജയിച്ച് നിൽക്കുവാണല്ലോ എൻ്റെ ബാല. അവനെ പറ്റിയുള്ള സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അതൊക്കെ അവൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ടാണല്ലോ നീ പോകുന്നത് എന്നൊക്കെ രാമേട്ടൻ പറയാം. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇതിൻ്റെ നിജസ്ഥിതി എന്തായാലും കണ്ടുപിടിക്കണം. ഈ കാശ് അവൻ എവിടെ നിന്ന് ഉണ്ടാക്കിയെന്ന് കണ്ടുപിടിച്ചാൽ അത് അവൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞ് അവൻ്റെ കോളറി പിടിച്ചെനിക്ക് സത്യങ്ങളൊക്കെ പറയിപ്പിക്കാം. ഇനിയിപ്പം അതിനായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ നമ്മുടെ ബാലനും പറയാണ്. അതേസമയം കമ്പനിയിൽ നിന്ന് 10 ലക്ഷം രൂപ അച്യുതൻ തിരിമറി നടത്തിയ കാര്യം അനന്തൻ തിരിച്ചറിയുകയാണ്. അപ്പോൾ വീട്ടിൽ വന്നു കഴിയുമ്പം അനന്തൻ ഇതേപ്പറ്റി ചോദിക്കാം. അച്യുതനോട് ചോദിക്കും, നീ എന്താ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് ആരോട് ചോദിക്കാതെ 10 ലക്ഷം രൂപ എടുത്ത് മറിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അച്യുതൻ മറുപടി ഇല്ലാതെ നിൽക്കും. അപ്പോൾ ബഹളം കേട്ടുകൊണ്ട് രാജശ്രീയും അതുപോലെ നമ്മുടെ ഇന്ദ്രാമയും നന്ദിനിയും എല്ലാവരും വരിക. അപ്പം ഇന്ദ്രാമ ചോദിക്കും, എന്താ അനന്ത ഇവിടെ കിടന്ന് സഹോദരങ്ങൾ തമ്മിലൂടെ വഴക്കായോ? പണ്ട് ഗോമതി ആയിട്ടുണ്ടായിരുന്നുള്ളൂ വഴക്ക്, ഇപ്പം നിങ്ങൾ തമ്മിലും അടിയായോ എന്ന് ചോദിക്കോ. ദേ അമ്മേ, ഞാൻ സത്യം പറയുന്നേ, ഇവനുണ്ടല്ലോ നമ്മുടെ കമ്പനിയിൽ നിന്ന് എന്നോട് പോലും ചോദിക്കാതെ 10 ലക്ഷം രൂപ എടുത്ത് തിരിമറി നടത്തിയിരിക്കുന്നത്. ഇവൻ എന്താവശ്യമുള്ളത്? നേരെ എന്നോട് ചോദിച്ചാൽ ഞാനും കൂടി സമ്മതിക്കില്ലേ? ഇതിപ്പം കള്ളന്മാരെ പോലെ ആരും അറിയാതെ എടുക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ ചോദിക്കാം. അപ്പം ഇന്ദ്രാമ അച്യുതനോട് ചോദിക്കും, നേരാണോടാ ഇവൻ പറയുന്നത്? നീ എന്തിനാ 10 ലക്ഷം രൂപ എടുത്ത് മറിച്ചത്? എന്ത് കാര്യം ഉണ്ടായിട്ടാ? എല്ലാവർക്കും കൂടി അവകാശപ്പെട്ട സ്വത്തുവകകളാ അത്. നീ മാത്രമായിട്ട് അതിൽ നിന്ന് കാശെടുക്കുമ്പം അതെല്ലാവരെയും ബോധിപ്പിക്കേണ്ടത് ഉത്തരവാദിത്തം നിനക്കുണ്ട്. അതിനെപ്പറ്റി എന്താ നിനക്കറിയില്ലേ എന്ന് അച്യുതനോട് ഇന്ദ്രാമയും ചോദിക്കുകയാണ് കേട്ടോ. അപ്പം മറുപടി ഇല്ലാതെ അച്യുതൻ നിൽക്കുമ്പം രാജശ്രീ പറയും, അമ്മേ, അച്യുതേട്ടന് എന്തെങ്കിലും ആവശ്യം വന്നപ്പം എടുത്തതായിരിക്കും, സ്വന്തം കമ്പനിയല്ലേ, അതിൽ നിന്ന് കുറച്ച് കാശെടുക്കുന്നത് ഇതിപ്പോൾ ആരെ ബോധിപ്പിക്കാനാണെന്ന് കരുതി കാണും. അല്ലെങ്കിൽ അച്യുതേട്ടന് ടെൻഷൻ കാരണം പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലാതെ ആരെയും പറ്റിക്കണമെന്ന് കരുതിയിട്ടൊന്നും അല്ല എന്ന് പറയാം. ദേ രാജശ്രീ, നീയാ ഇവൻ എന്ത് തെറ്റ് ചെയ്താലും അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സ്വഭാവം ആദ്യം തന്നെ മാറ്റിക്കോ എന്ന് പറയാം. എന്തായാലും ഏട്ടൻ അറിയുമെന്ന് അച്യുതേട്ടനും അറിയാലോ, എന്നിട്ടും അച്യുതേട്ടൻ അതിൽ നിന്ന് കാശെടുത്തത് എന്തായാലും അനന്തേട്ടനെ പേടിച്ചിട്ടല്ലാന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിക്കാം. ഒരാവശ്യം വന്നപ്പോൾ എടുത്തു. അപ്പോൾ അനന്തൻ ചോദിക്കും, ഇത്രയും വലിയ തുക മറിക്കാൻ മാത്രം എന്താവശ്യമാണ് നിനക്കുള്ളത് എന്ന് ചോദിക്കുക. അത് പിന്നെ ഏട്ടാ, എനിക്കൊരാൾക്ക് കൊടുക്കാനായിരുന്നു, കടവായിട്ടാണ് കൊടുത്തത് എന്നൊക്കെ പെട്ടെന്ന് അച്യുതൻ പറയുവേ. കടവായിട്ടോ? ആർക്ക് എന്ന് അനന്തൻ വീണ്ടും ചോദിക്കുക. അപ്പോൾ രണ്ടുപേരും പരസ്പരം ദേഷ്യപ്പെടുന്ന കാണുമ്പോൾ നമ്മുടെ ഇന്ദ്രമ പറയും, സാരമില്ല, ഇനി ഇതിനെപ്പറ്റി ഒരു ചർച്ച ഇവിടെ വേണ്ട. 10 ലക്ഷം രൂപ നീ കമ്പനിയിൽ നിന്ന് എടുത്തത് തിരിച്ച് അവിടെ തന്നെ വെക്കണം. നിനക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത് എന്ന് അച്യുതനോട് പെട്ടെന്ന് ഇന്ദ്രാമ്മ ചോദിക്കും. ഉറപ്പായിട്ടും അമ്മേ, ഞാൻ ഈ കാശൊക്കെ എടുത്തത് നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാ. ഇതൊക്കെ എല്ലാവർക്കും ഒരു ദിവസം മനസ്സിലാവും എന്ന് അനന്തനോട് അച്യുതൻ പറയൂ കേട്ടോ. അപ്പം രാജശ്രീ പറയും, എൻ്റെ അച്ചുവേട്ടൻ ഈ കഷ്ടപ്പെടുന്നത് മുഴുവനും ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കൊന്നും എൻ്റെ അച്യുതേട്ടൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം നന്ദിനി പറയും, നീ എന്തൊക്കെയാണ് രാജശ്രീ ഈ പറയുന്നേ? സത്യങ്ങൾ എനിക്ക് ഇപ്പം പറയാൻ പറ്റില്ല, പക്ഷേ അച്ചുവേട്ടനെയും എന്നെയൊക്കെ അഭിനന്ദിക്കുന്ന ഒരു കാലം ഉടനെ തന്നെ വരും അനന്തേട്ട. അപ്പം ഇപ്പം പറഞ്ഞ ഈ വാക്കുകളൊക്കെ അനന്തേട്ടൻ തന്നെ മാറ്റി പറയും എന്ന് പറഞ്ഞിട്ട് രാജശ്രീയും അച്യുതൻ്റെ പിന്നാലെ കയറി പോവാണ് കേട്ടോ. അപ്പം നന്ദിനി പറയും, എന്തൊക്കെയോ മനസ്സിൽ വെച്ചാൽ അവൾ സംസാരിക്കുന്നത്, ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സുകന്യ ദേവമംഗലത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നുമുണ്ട്, അവളുമായിട്ട് ചേർന്ന് എന്തോ ഉടായിപ്പിനുള്ള പരിപാടിയാ എന്ന് നന്ദിനി പറയും. അപ്പം ഇന്ദിരാമ്മയും പറയും, ആ സുകന്യയുമായിട്ടുള്ള
കൂട്ടുകെട്ട് അത്ര നല്ലതല്ല. സുകന്യനെ മനഃപൂർവ്വം ദേവമംഗലത്തേക്ക് ധർമ്മനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. അവളുടെ സ്വഭാവം കൂടി രാജശ്രീ കുത്തിത്തിരിപ്പുണ്ടാക്കി മാറ്റുമെന്നാണ് തോന്നുന്നത്. എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിക്കാനാണോ എല്ലാവരും കൂടി ശ്രമിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് ഇന്ദിരാമ്മ കരയാൻ തുടങ്ങും. അപ്പം നന്ദിനി പറയും, ഇല്ലമ്മേ, ഒന്നും സംഭവിക്കില്ല, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവേ. ഇതേ സമയം നമ്മുടെ ദേവീനെ ശ്രീകല വിളിക്കുകയാണ് കേട്ടോ. മോളെ, നിനക്ക് സുഖമല്ലേടി? എന്താ അമ്മേ, എന്താ കാര്യം? അല്ല, നിന്റെ സുഖവിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതി വിളിച്ചതാ. ഗർഭിണിയായിരിക്കുന്ന മോളെ കാണാനോ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ നീ സമ്മതിക്കുന്നില്ല. എങ്കിൽ പിന്നെ ഫോൺ വിളിച്ച് നിന്റെ കാര്യവിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ? അമ്മ ഒരു കാര്യമില്ലാതെ ഇപ്പം എന്നെ വിളിക്കില്ലല്ലോ, എന്തുണ്ടെങ്കിലും പറ. അത് പിന്നെ മോളെ, നീ ആ സുകന്യനെ പിണക്കാനൊന്നും നിന്നേക്കരുത് കേട്ടോ. സുകന്യ ചേച്ചിയെ ഞാനിതിനെ പിണക്കുന്നത് അല്ല, അവളെ നീ പിണക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. അവളോട് സ്നേഹത്തോടൊക്കെ നീ പെരുമാറി നിൽക്കണം, അത് തന്നെ നല്ലത് കേട്ടോ എന്ന് പറയുവേ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ദേവിക്ക് ഒന്നും മനസ്സിലാവില്ല. സുകന്യ ചേച്ചിക്ക് ഇവിടെയുള്ള എല്ലാവരോടും ഇപ്പം സ്നേഹമാണ്, എന്നോടും ആ കരുതൽ സ്നേഹവും ഒക്കെ കാണിക്കുന്നുണ്ട്, ഞാൻ തിരിച്ചു അങ്ങനെ തന്നെ പെരുമാറുള്ളൂ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യൂ കേട്ടോ. ആനന്ദ് അപ്പം അങ്ങോട്ട് കയറി വരികയെ. ഇത് കാണുന്നത് കൊണ്ടാണ് നമ്മുടെ ദേവി പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നത്. അപ്പം ശ്രീകലയ്ക്ക് കാര്യങ്ങളൊന്നും ദേവിയെ ധരിപ്പിക്കാനും പറ്റുന്നില്ല. ഇതേ സമയം നമ്മുടെ സുകന്യ ആകെ സ്വപ്ന ലോകത്താണ്. താൻ സ്വപ്നം കണ്ട പോലെയൊക്കെ തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോവാണ്. ഇതിനേക്കാൾ ഒരു സന്തോഷം ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഞാനും എൻ്റെ ധർമ്മേട്ടനും കൂടി സിംഗപ്പൂർ ബിസിനസ് തുടങ്ങുന്നു, അവിടെ സെറ്റിൽഡ് ആവുന്നു എന്നൊക്കെ പറഞ്ഞ് വരാൻ പോകുന്ന നല്ല കാലത്തെപ്പറ്റി സുകന്യ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടുവാണേ. അപ്പോൾ സുകന്യയുടെ മനസ്സിലുണ്ട്, ദേവിയെ എൻ്റെ കൂടെ തന്നെ നിർത്തണം, ദേവിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഇനി ചെയ്തു കൊടുക്കണം. അപ്പം എന്നോട് ഒരു മതിപ്പൊക്കെ ഉദയൻ സാറിനുണ്ടാവും. അങ്ങനെ തന്നെ ഉദയഭാനു സാറ് എൻ്റെ കൂടെ തന്നെ നിൽക്കും, ഞാനും ഉദയഭാനു സാറിനെ പോലെ വലിയൊരു ബിസിനസ്സുകാരിയായിട്ട് മാറും എന്നൊക്കെ മനസ്സിലിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഗോമതിയെ പോലും ദേവിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ അവൾക്ക് വേണ്ട ജ്യൂസും ചായയും പലഹാരവും ഒക്കെ സമയത്തിനും ഉണ്ടാക്കുകയോ എടുത്തു കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ സുകന്യാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഗോമതിക്ക് അവളുടെ ഈ സ്വഭാവത്തിലെ മാറ്റത്തിൽ വളരെയേറെ സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ ഗോമതിയെ പോലും ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പം മിത്രയ്ക്ക് നല്ല സംശയമുണ്ട്, ദേവിയെടുത്തിയായിട്ട് ഇത്രയ്ക്ക് ഇങ്ങനെ ഇണങ്ങി നിൽക്കണമെങ്കിൽ അവർ മനസ്സിൽ എന്തോ പ്ലാൻ ചെയ്തിട്ടില്ലേ എന്ന് മീനുവിനോടും ചോദിക്കുകയാണ്. നമ്മളോടൊന്നുമില്ലാത്ത കരുണ, സഹാനുഭൂതി, സ്നേഹമൊക്കെ ആണല്ലോ ദേവിയെടുത്തോട് കാണിക്കുന്നത്. ഇത് മനഃപൂർവ്വം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് മിത്ര പറയും കേട്ടോ. അപ്പം മീനു പറയും, അതിനെപ്പറ്റി എനിക്ക് സംശയം തോന്നുന്നുണ്ട്, ചിലപ്പം ദേവിയെടുത്ത് ഗർഭിണിയല്ലേ, അതുകൊണ്ടായിരിക്കും കുറച്ച് കൂടുതൽ പരിചരണമൊക്കെ നൽകുന്നത്. ഇപ്പം എല്ലാവരോടും സ്നേഹമായിട്ടാണല്ലോ സുകന്യ ചേച്ചി പെരുമാറുന്നത്. എല്ലാവരോടും സ്നേഹമൊക്കെ ആയിട്ടാണ് പെരുമാറുന്നത്. പക്ഷേ ചേച്ചി എപ്പോഴേലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളോട് രണ്ടുപേരോടും പഴയ രീതി തന്നെയാണ് ഇപ്പോഴും പെരുമാറുന്നത്. ദേവിയടത്തോടുള്ള പെരുമാറ്റത്തിലെ മാറ്റം വന്നിട്ടുള്ളൂ. ചായ കൊണ്ടു കൊടുക്കുന്നു, സ്നേഹത്തോടെ പരിചരിക്കുന്നു, ഇടയ്ക്കൊക്കെ സംസാരത്തിൽ പോലും നമ്മളെ മനഃപൂർവ്വം ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ സുകന്യ ചേച്ചി സംസാരിക്കുന്നുണ്ട്. ആർക്കും അത് മനസ്സിലാവുന്നില്ലെങ്കിലും എനിക്കത് ശരിക്കും കൊള്ളുന്നുണ്ട് എന്ന് മിത്ര പറയൂട്ടോ. അപ്പം മീനും അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുവാണേ. അപ്പോൾ തന്നെ ദേവിയാണെങ്കിൽ കിടക്കുക റൂമിൽ. ആ സമയമാണ് ദേവിക്കുള്ള ചായയായിട്ട് സുകന്യ മീനുവിൻ്റെ മിത്രയുടെ മുന്നിലൂടെ പോകുന്നത്. അപ്പം മീനു ചോദിക്കും, ഇത് ആർക്കാ ചേച്ചി ചായ? അതെന്ത് ചോദ്യമാണ്? ഇത് ദേവിക്കുള്ള ചായയാണ്, ഞാൻ കൊടുക്കുന്ന ചായ ദേവിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നാ എന്നോട് പറഞ്ഞ്. അതുമാത്രമല്ല, ദേവിയുടെ അച്ഛനും അമ്മയും ഉദയഭാനു സാറും ശ്രീകല ആൻറ്റിയും എന്നോട് പ്രത്യേകം പറഞ്ഞായിരുന്നു ദേവിയെ നന്നായിട്ട് നോക്കണമെന്ന്. ഞാനിത് കൊടുത്തിട്ട് വരട്ടെ എന്നും പറഞ്ഞ് അതുമായിട്ട് ദേവിയുടെ റൂമിലേക്ക് ചെല്ലുക. എന്നിട്ട് ദേവിയോട് പറയും, ദേവി ഇത് നോക്കിക്കേ, ഞാൻ ദേവിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി ചായയാ, കുടിച്ചു നോക്കിക്കേ എന്ന് പറയും. ചേച്ചി എനിക്ക് വേണ്ടായിരുന്നല്ലോ. അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഇത് ഉറപ്പായിട്ടും കുടിച്ചു നോക്കണമെന്നും പറഞ്ഞ് നിർബന്ധിച്ച് കുടിപ്പിക്കും കേട്ടോ. എങ്ങനെയുണ്ട്, നല്ല രുചിയില്ലേ എന്നൊക്കെ ചോദിക്കും. പിന്നെ നന്നായിട്ടുണ്ട്, ചേച്ചിക്ക് ഇത്രയും നന്നായിട്ട് ചായ ഉണ്ടാക്കാൻ അറിയാമോ എന്ന് ഞാൻ കരുതിയില്ല കേട്ടോ എന്ന് പറയാം. എനിക്കിപ്പോൾ എല്ലാ പാചകവും അറിയാം ദേവിക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ധൈര്യമായിട്ട് പറയാം. ഗോമതി ചേച്ചീനെയും വേറെ ആരും ബുദ്ധിമുട്ടിക്കണ്ട, എനിക്കിവിടെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ദേവിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സന്തോഷത്തോടെ ചെയ്തു തരും. ഗർഭിണികളായ പെൺകുട്ടികളെ പരിചരിക്കുന്നത് ഒരു പുണ്യമാണെന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അച്ഛനും എന്നോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയൂട്ടോ. ഉറപ്പായിട്ടും ചേച്ചി, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചേച്ചിയോട് തന്നെ പറയാം. പിന്നെ ഞാൻ മോക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന കാര്യം മോളുടെ അച്ഛനോടും അമ്മയോടും ഉറപ്പായിട്ടും പറയണേ. പറഞ്ഞേക്കാം എന്നും പറയൂ കേട്ടോ. അപ്പം തന്നെ ദേവിക്ക് സംശയം തോന്നുക, അച്ഛനോടും അമ്മയോടും എന്തിനാ പറയുന്നത് എന്ന് ദേവി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണേ. അങ്ങനെ സുകന്യ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക. അപ്പം മീനും മിത്ര ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം മിത്ര ചോദിക്കും, കണ്ടില്ലേ, കൂടുതലും ദേവിയെടുത്തോട് മാത്രമേ അവർ സ്നേഹവും പരിചരണവും ഒക്കെ കാണിക്കുന്നുള്ളൂ. ഇത് മനഃപൂർവ്വം ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കി നമ്മളെ രണ്ടു കൂട്ടരെയും ഇരുചേരിയിലാക്കാനുള്ള
അവരുടെ ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മീനു പറയും, ഇപ്പോൾ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നീ കൂടുതൽ ചിന്തിച്ച് വഷളാക്കാൻ നിൽക്കണ്ട, നീ പഠിക്കാൻ നോക്ക്. അവർ ഇവിടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ നമുക്കതിൻ്റെ ബാക്കി അപ്പം നോക്കാം എന്ന് മീനു മിത്രയെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. ഇതേ സമയം വീണ്ടും നമ്മുടെ സ്ത്രീകളെ വിളിച്ച് സുകന്യയെ ഒന്ന് സ്നേഹിക്കണം എന്നൊക്കെ നമ്മുടെ ദേവിയോട് പറയാം. അപ്പോൾ ദേവി പറയും, അമ്മേ അതിന് സുകന്യ ചേച്ചി ഇപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ, പിന്നെ എന്നോട് സ്നേഹമാണ്, അമ്മ എന്താ പറഞ്ഞ് സുകന്യ ചേച്ചി പിണക്കരുതെന്ന്. അപ്പം ആനന്ദേട്ടൻ വന്നതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും ചോദിക്കാതിരുന്നത് എന്ന് ദേവി സ്ത്രീകളോട് ചോദിക്കും. അത് പിന്നെ മോളെ കുറച്ച് കാശ് തന്ന് സുകന്യ അച്ഛനെ സഹായിച്ചിട്ടുണ്ടേ, അതുകൊണ്ട് തന്നെ മോള് അവളെ പിണക്കാനൊന്നും നിൽക്കണ്ട. നമ്മൾ കോടീശ്വരാണെന്നാണല്ലോ അവൾ കരുതി വെച്ചിരിക്കുന്നത്, ആ ധാരണ മാറ്റാനും നിൽക്കരുത്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. ദേ അമ്മേ, സത്യം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടി എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. അത് പിന്നെ ബാലേട്ടന് കൊടുക്കാനുള്ള കാശ് സുകന്യയുടെ കയ്യിൽ നിന്ന് അച്ഛൻ മേടിച്ചത്. അവൾ സത്യം പറഞ്ഞു, നേരിട്ട് കടവായിട്ടൊന്നും മേടിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ സുകന്യ ചേച്ചിയെ പറ്റിച്ചാണല്ലേ കാശ് മേടിച്ചിരിക്കുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത്. ഈ കാര്യങ്ങളെങ്കിലും ആനന്ദേട്ടൻ അറിഞ്ഞാൽ എന്താകുമെന്ന് തോന്നുന്നുണ്ടോ? അതുമാത്രമല്ല, സുകന്യ ചേച്ചിക്ക് എന്തെങ്കിലും സംശയമുണ്ടായാൽ അസ്ഥിവാരം വരെ തോണ്ടിയെടുക്കും. എൻ്റെ ജീവിതം തന്നെ നിങ്ങൾ ഇല്ലാതാക്കാനാണോ? ഇല്ല മോളെ, നിൻ്റെ ജീവിതം നിലനിർത്താനല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. തൽക്കാലം നീ ആ സുകന്യയെ പിണക്കാതെ നോക്കണം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ദേവിക്ക് ആകെ സങ്കടം വരുമോ തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഓരോ പ്രവൃത്തികൾ ഓർത്ത്. അവൾ അവിടെ ഇരുന്ന് കരയുവാണേ. അപ്പോൾ അത് കണ്ടുകൊണ്ടാ ആനന്ദ് വരുന്നത്. എന്താ ദേവി, എന്താ പ്രശ്നം? അത് പിന്നെ സുകന്യ ചേച്ചിയുടെ കയ്യിൽ നിന്ന് അച്ഛൻ കാശ് മേടിച്ചെന്ന്, ആ കാശ് മേടിച്ച് ആ ബാലച്ചന് കൊടുക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആനന്ദേട്ടാ. ദൈവമേ, ഇവരിത് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? സുകന്യ ചേച്ചിയെ കൂടി അവരുടെ ഈ കള്ളത്തരങ്ങൾക്കിടയിലേക്ക് പിടിച്ചിട്ടാ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാ പിന്നെ നമ്മുടെയൊക്കെ ജീവിതം എന്താകുമെന്ന് നീ കരുതുന്നുണ്ടോ? അച്ഛനും അമ്മയും എല്ലാ സത്യങ്ങളും ഉടനെ തന്നെ അറിയുമെന്നാണ് തോന്നുന്നത് എന്ന് ആനന്ദും പറയും. അപ്പോൾ ദേവി ഇതെല്ലാം ഓർത്ത് സങ്കടപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും